പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല, കൃത്യമായി തന്നെ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതൊരു കൂട്ടായ ഉത്തരവാദിത്തമായിരുന്നു, അതൊരു കൂട്ടായ പ്രശ്നമായിരുന്നു തോൽവിക്കിടയാക്കിയത് എന്നതാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നയിക്കട്ടെ, ക്യാപ്റ്റൻ തന്നെ നയിക്കട്ടെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എന്ന് തീരുമാനിക്കുന്നു. തിരിച്ചടി നേരിട്ടെങ്കിലും പിണറായി നയിക്കട്ടെ എന്ന പാർട്ടി തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കാത്തുനിന്ന ശേഷം പ്രഖ്യാപിക്കാമെന്നതായിരുന്നു. ഏതായാലും അതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തെങ്കിലും അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് പറയുകയായിരുന്നു. ഏതായാലും ഇത്ര ദിവസങ്ങളിലൊന്നും തന്നെ അദ്ദേഹം അത് മറുപടി നൽകിയിരുന്നില്ല. ഡൽഹിയിൽ വെച്ച് ചോദിച്ചപ്പോൾ സെക്രട്ടറിയോട് ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇപ്പോഴാ തീരുമാനം വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തെ നയിക്കാൻ ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. റഹീസ കഴിഞ്ഞ 2 ടേമായി, അതായത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ 2 ടേം അടുപ്പിച്ച് പൂർത്തീകരിച്ചയാളാണ് പിണറായി വിജയൻ. 10 വർഷം അങ്ങനെ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ച അദ്ദേഹം പ്രതിപക്ഷ നിലയിൽ എത്തുമ്പോൾ അതേ ആർജവത്തോടെ നമ്മൾ ഒരു പ്രതിപക്ഷ നേതാവിനെ കാണുമെന്ന് ഉറപ്പാണ്. അതിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതും അതുതന്നെയാണ്. VD സതീശൻ പിണറായി വിജയൻ പോര് അത് സഭയിൽ എത്രത്തോളം ഉണ്ടാകുമെന്നാണ്. അതുതന്നെയാണ് ഈ ഘട്ടത്തിലും വലിയ ചർച്ചയാകാൻ പോകുന്നതും അല്ലേ. ഇപ്പോൾ തന്നെ CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ അത്തരം പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. റഹീസ്, വിനീത, നമുക്ക് സഭയ്ക്കകത്ത് നോക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, പാർട്ടിയും സർക്കാരും ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാകുന്ന സമയത്ത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കപ്പുറം ഒരു CPIM-ന്റെ നേതാവെന്ന നിലയിൽ കൂടി പിണറായി വിജയനായിരുന്നു പ്രതിപക്ഷത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ആ പിണറായി വിജയൻ ട്രഷറി ബെഞ്ചിൽ നിന്ന് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന മാറ്റങ്ങൾ മാത്രം വരുന്ന സമയത്ത് സ്വാഭാവികമായും പിണറായി വിജയനായിരിക്കും ഇനിയുള്ള ഭരണപക്ഷത്തെ എതിർക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്. അതിനകത്ത് CPIM-ന് അല്ലെങ്കിൽ LDF-നുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അംഗസംഖ്യ വെറും 35 മാത്രമേ ഉള്ളൂ. ആ 35-ൽ പോലും നമുക്കറിയാം ഈ നിയമസഭയ്ക്കകത്ത് വളരെ കുറച്ച് സമയമാണ് ഓരോ ജനപ്രതിനിധികൾക്കും കിട്ടുന്നത്. ആ കുറച്ച് സമയം കൊണ്ട് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ തിരിച്ചും മറിച്ചും ആക്രമിക്കാൻ കെൽപ്പുള്ള അതിനൊരു പ്രത്യേക വൈദഗ്ധ്യം പല നേതാക്കൾക്കുമുണ്ട്. അതിന് മാത്രം എക്സ്പേർട്ടായ ചില നേതാക്കൾ പോലുമുണ്ട്. ഇത്തവണത്തെ പ്രതിപക്ഷം നോക്കുമ്പോൾ ആ തരത്തിലുള്ള പല നേതാക്കളും പരാജയപ്പെടുന്ന ഒരു കാഴ്ച. ഉദാഹരണമായി പറഞ്ഞാൽ കളമശ്ശേരിയിൽ പി രാജീവ് ആ തരത്തിൽ ഒരു എതിരാളികളെ അവരുടെ ആക്രമണങ്ങളെ തടുത്തു നിർത്തി പ്രത്യാക്രമണം നടത്താൻ CPM-ന്റെ കുന്തമുനയിലുള്ള ഒരാളായിരുന്നു. ആ പി രാജീവ് പരാജയപ്പെട്ടു. തൃത്താലയിൽ നിന്നുള്ള MP രാജേഷ്, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അത് എവിടെയാണോ വരുന്നത് അതനുസരിച്ച് തിരിച്ച് പ്രതിരോധം തീർക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു. ആ അർത്ഥത്തിലുള്ള ആളുകളുടെ എണ്ണക്കുറവ് ഇത്തവണ പ്രതിപക്ഷം അഭിമുഖീകരിക്കും. ആ തരത്തിൽ CPI-യിലേക്ക് വന്നാൽ ഒരു K രാജനാണ് അഗ്രസീവായി ആ തരത്തിൽ ഇനിയുള്ള ഭരണപക്ഷത്തെ തുറന്നു കാട്ടാൻ പറ്റുന്ന നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാൾ. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ സ്വാഭാവികമായും അവസരം കിട്ടുമ്പോഴാണ് ഓരോ ആളുകളും ആ പദവിയിലേക്ക് ഉയർന്നത്. 35 പേരും ആ ഒരു തരത്തിലേക്ക് ഉയരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. എങ്കിൽ പോലും ഇപ്പോഴുള്ള ഒരു ഭരണപക്ഷത്തെ ആക്രമിക്കാൻ പറ്റുന്ന MLA-മാരുടെ എണ്ണം പ്രതിപക്ഷ നിരയിൽ നോക്കുമ്പോൾ, ഇപ്പോൾ നിലവിലുള്ള MLA-മാർ നോക്കുമ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന MLA-മാരുടെ എണ്ണത്തിന്റെ ഒരു കുറവ് കൂടിയുണ്ട്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കും. VD സതീശനെ എങ്ങനെയാണ് നേരിടേണ്ടത് സഭയ്ക്കകത്തും പുറത്തുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ആ തരത്തിൽ പറ്റുന്ന ആൾ പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ 10 വർഷം പാർട്ടിയെയും സർക്കാരിനെയും നയിച്ച ആളാണ്. ഒരു തോൽവി ഉണ്ടാകുന്ന സമയത്ത് ആ തോൽവിയുടെ ഉത്തരവാദിത്വം മൊത്തം പിണറായി ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം, കനത്ത തോൽവിയാണ്, ആ തോൽവിയുടെ ഉത്തരവാദിത്തം
മുന്നണിക്ക് ഒന്നാകെയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നിരയെയും നയിക്കാൻ പ്രതിപക്ഷത്തിന്റെ ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ എത്തട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുന്നു. അപ്പോൾ സഭയിൽ സതീശൻ പിണറായി പോര് തുടരും എന്നുറപ്പായിരിക്കുന്നു. 10 വർഷം കേരളത്തെ ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ പ്രതിപക്ഷ നിരയിലും നയിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ രാഷ്ട്രീയ കൗതുകവും.